ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യുഡിഎഫിലെത്താൻ സാധ്യത തേടി ബി.ഡി.ജെ.എസ്. ബി.ജെ.പിയുമായി ഇടഞ്ഞ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന് സൂചന. സുധീറിന്റെ രാജിയോടെ യുഡിഎഫ് പ്രവേശനം സാധ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി.ഡി.ജെ.എസ്. വിവരങ്ങൾ ടി.പി. പ്രശാന്ത് നൽകും. പ്രശാന്ത്, പുതിയൊരു നീക്കവുമായി ബി.ഡി.ജെ.എസ്. രംഗത്ത് വന്നിരിക്കുകയാണോ? ഇന്ന് കൂടിക്കാഴ്ച നടത്തിയ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? അഞ്ജു, ബി.ഡി.ജെ.എസ്. ഇപ്പോൾ യു.ഡി.എഫ് കൂടാരത്തിലേക്ക് ചേർക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ബി.ജെ.പിയുമായി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി.ഡി.ജെ.എസിനെ യു.ഡി.എഫ് ക്യാമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ നീക്കം. ഉമ്മൻചാണ്ടിയുമായി ബി.ഡി.ജെ.എസ് നേതൃത്വം കഴിഞ്ഞ മാസം ചർച്ച നടത്തിയായിട്ടുള്ള സൂചനകളും അതുപോലെ തന്നെ അതെല്ലാം ബലപ്പെടുത്തിയിരിക്കുന്നതാണ് ബി.ഡി.ജെ.എസ് നേതാക്കൾ ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, വെള്ളാപ്പള്ളിയുമായി പ്രാഥമിക ചർച്ചയായിരുന്നു നടത്തിയിരുന്നത്. അതേസമയം കെ.പി.സി.സി സ്ഥാനത്ത് ഉണ്ടായിരുന്ന സുധീർ അടക്കമുള്ളവരായിരുന്നു അന്ന് ബി.ഡി.ജെ.എസ് യു.ഡി.എഫിലേക്ക് വരുന്നതിന് കടുത്ത എതിർപ്പ് തന്നെ പ്രകടിപ്പിച്ചിരുന്നത്. ഇപ്പോൾ സുധീറിന്റെ രാജിയുടെ എല്ലാ കാര്യങ്ങളും ഗുണകരമായി എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബി.ഡി.ജെ.എസ്. അതുകൊണ്ട് യു.ഡി.എഫ് പ്രവേശനം എളുപ്പമാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. മാത്രമല്ല, നിലവിലെ ഒരു സാഹചര്യത്തിൽ കെ.പി.സി.സി പ്രസിഡന്റായി വി.എം. സുധീരൻ നിന്നപ്പോൾ തങ്ങളുടെ പക്ഷം, അതായത് എ ഗ്രൂപ്പ് വളരെ നിർജ്ജീവമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സുധീരന്റെ രാജിയോടുകൂടി എ ഗ്രൂപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഉമ്മൻചാണ്ടി നടത്തുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കുമ്പോൾ ക്രൈസ്തവരടക്കം പിന്തുണ ഉമ്മൻചാണ്ടിക്ക് ഉള്ളപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനും അല്ലെങ്കിൽ ബി.ഡി.എസിനും ഒപ്പം കൂട്ടിയത് കൂടുതൽ കരുത്ത് പ്രകടിപ്പിക്കാനാകുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഇപ്പോൾ ഉമ്മൻചാണ്ടിയും കൂട്ടിയും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കൂടുതൽ ഗതിവേഗവും ശക്തിയും പകരുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവർ വിലയിരുത്തുന്നത്. എന്തായാലും രാഷ്ട്രീയ കരുത്ത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബി.ഡി.ജെ.എസിനെ എത്രയും പെട്ടെന്ന് യു.ഡി.എഫ് ക്യാമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നീക്കവും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും, എന്തായാലും ഒരുപക്ഷെ നിലവിൽ ഉമ്മൻചാണ്ടിയുടെ പക്കലാണ് യു.ഡി.എഫിന്റെ ചരട് എന്നുള്ള തരത്തിലാണ് സുധീറിന്റെ മാറ്റത്തോടുകൂടി ഉയർന്ന അവകാശവാദങ്ങൾ. ഇനി നിർണായക തന്ത്രങ്ങൾ പ്രയോഗിച്ച് ബി.ഡി.ജെ.എസിനെ ഒപ്പം നിർത്തി ശക്തി പ്രാപിക്കാനുള്ള ഒരു പടയൊരുക്കം അത് തന്നെയാവില്ല ഉമ്മൻചാണ്ടി നടത്തുക. തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് കരുത്താർജിക്കുക എന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ലക്ഷ്യം. മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള ഒരു അധികാരം സ്ഥാപിക്കുക എന്നുള്ളൊരു നീക്കവും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബി.ഡി.ജെ.എസ് വളരെയധികം അസഹിഷ്ണുത അല്ലെങ്കിൽ വളരെയധികം അസംതൃപ്തിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബി.ജെ.പി, അതായത് ഇപ്പോൾ കേരളത്തിൽ എൻ.ഡി.എ രൂപീകൃതമായിട്ടും കേരളത്തിലെ സമരങ്ങളെല്ലാം ബി.ജെ.പി ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നു, ഘടകകക്ഷികളെ ഒഴിവാക്കുന്നു, ഇത്തരത്തിലുള്ള ചർച്ചകൾ പോകുന്നുണ്ട്. ഒപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനാധിപത്യ സംവിധാനം തലയെടുപ്പോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ അധികാരം കൂടിയേ തീരൂ എന്നുള്ള ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് ബി.ഡി.ജെ.എസ്. ബി.ജെ.പി നേതാക്കൾ അത് നേടിയെടുത്തപ്പോൾ ബി.ഡി.ജെ.എസിനെയോ മറ്റു ഘടകകക്ഷികളോ നാളിതുവരെ മറ്റു തലങ്ങളിലേക്കൊന്നും പരിഗണിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു അഭിപ്രായവും ബി.ഡി.ജെ.എസിനകത്തുണ്ട്. ഇത്തരത്തിലുള്ള ഇവരുടെ അതൃപ്തി ആണ് പ്രത്യേകിച്ച് ഈ മുന്നിൽ വിടാനൊരു കാരണമായി അവർ ഉയർത്തിക്കാട്ടുന്നത്. ഇതിനെ മുതലെടുത്തുകൊണ്ടാണ് അവർ യു.ഡി.എഫ് ക്യാമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്തരത്തിലുള്ള ചില കൂട്ടുകെട്ടുകൾ പല മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. അതിന്റെ ഒരു സ്ഥിരീകരണം കൂടിയാണ് ഇതോടെ ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരേ സമയം യു.ഡി.എഫ് മുന്നിൽ നിൽക്കുമ്പോഴും യു.ഡി.എഫിന്റെ എൻ.ഡി.എയുടെ ഘടകകക്ഷിയായിട്ടുള്ള ബി.ഡി.ജെ.എസ് കൂടി അവരുമായിട്ട് രഹസ്യബാന്ധവം ഉണ്ടാക്കിയിരുന്നു എന്ന ഒരു പ്രധാന ആരോപണം ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതൃത്വത്തിനെതിരെ ഉയർന്നിരുന്നു. അതിനെല്ലാം സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി പ്രശാന്ത്, ഇപ്പോൾ ഷാജഹാൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷാജഹാൻ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ബി.ഡി.ജെ.എസ് കൂട്ടുകെട്ട് അത് എൽ.ഡി.എഫിന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു. മറിച്ച് നിലവിൽ ബി.ഡി.ജെ.എസിനെ കൂടെ കൂട്ടിയാൽ അത് തങ്ങൾക്കൊരു പിൻബലം, തങ്ങൾക്ക് ശക്തി പകരുമെന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് ഉമ്മൻചാണ്ടി ഇവിടെ പകറ്റാൻ പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് വലിയൊരു ജാതി വോട്ടുകൾ അത് തങ്ങൾക്ക് ഒപ്പം നിലനിർത്താൻ സഹായിക്കുമെന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ബി.ഡി.ജെ.എസ് ഒപ്പം നിൽക്കും, ബി.ഡി.ജെ.എസിന്റെ ഒരു പിൻബലം യു.ഡി.എഫിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും അഞ്ജു, ആലപ്പുഴയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത് അത് തന്നെയാണ്. കാരണം ഇപ്പോൾ കൂടുതൽ ഈഴവ വോട്ടുകൾ യു.ഡി.എഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എസ്.എൻ.ഡി.പി നേതൃത്വം അല്ലെങ്കിൽ ബി.ഡി.ജെ.എസിനെ കൂടി തങ്ങൾ കൂടെ കൂട്ടുന്നതിന് ലക്ഷ്യം. കേരള കോൺഗ്രസുമായിട്ട് നിലനിൽക്കുന്ന തർക്കം ഭാവിയിൽ പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ ബി.ഡി.ജെ.എസിനെ കൂടി ഒപ്പം കൂട്ടുകയും ചെയ്താൽ ഉമ്മൻചാണ്ടിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്റെ ശക്തി തെളിയിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള നീക്കമാണ് ഉമ്മൻചാണ്ടി നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2-3 മാസക്കാലമായി ബി.ഡി.ജെ.എസുമായും ഉമ്മൻചാണ്ടിയുമായും ഒക്കെ തന്നെ രഹസ്യ ചർച്ചകൾ നടന്നു വരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ കൂടുതൽ പരസ്യമായി ഇപ്പോൾ തുടർന്നു വരുന്നത്.
VM സുധീരൻ മാത്രമായിരുന്നു BDJS-നെതിരായിട്ട് അല്ലെങ്കിൽ BDJS-നെ UDF-നോടൊപ്പം ഘടകകക്ഷിയാക്കുന്നതിന്റെ എതിർപ്പുമായിട്ട് മുൻപന്തിയിലുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമൊക്കെയായിട്ട് ഉമ്മൻചാണ്ടി ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം VM സുധീരനെ മാറ്റി നിർത്താമെന്നുള്ള ഉറപ്പ് കേന്ദ്ര കോൺഗ്രസിന്റെ നേതാക്കൾ നൽകിയതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് VM സുധീരൻ ഇപ്പോൾ രാജിവെച്ച് മാറിയിരിക്കുന്നത്. ഭാവിയിൽ തന്നെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ തനിക്ക് കൂടുതൽ അപകടകരമാകുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് VM സുധീരൻ ഇപ്പോൾ രാജിവെച്ച് മാറിയെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അടക്കം പറയുന്നത്. കാര്യം വെള്ളാപ്പള്ളി നടേശനും ഇക്കാര്യം നേരത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. VM സുധീരനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തങ്ങൾ UDF-നൊപ്പം ചേരാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ഈ ചർച്ചകൾക്കൊക്കെ ഫലപ്രാപ്തി കണ്ടെത്താൻ സാധിക്കാതിരുന്നത് VM സുധീരന്റെ ഇടപെടലുകൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും VM സുധീരൻ ഇല്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDF-നുള്ളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം BDJS-നുണ്ട്. അത് മുതലാക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ സജീവ ചർച്ചകളുമായിട്ട് മുൻപോട്ട് പോകുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കാൻ BJP പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട് ചേരും. സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ സജീവ പരിഗണനയിലെങ്കിലും ലക്നൌ മേയർ ദിനേശ് ശർമ്മയെ നരേന്ദ്രമോദി നിർദ്ദേശിക്കുമെന്നാണ് വിവരം. ഇതിനിടയിൽ മണിപ്പൂരിലും ഗോവയിലും സർക്കാർ രൂപീകരണത്തിന് BJP നീക്കം ശക്തമാക്കി. അതേസമയം മണിപ്പൂരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ചേർന്ന കോൺഗ്രസ് പാർട്ടി യോഗം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുകയാണ്. മനു, വിജയം പ്രാവർത്തികമായതോടെ ഇനി മുഖ്യമന്ത്രിമാരെ നിയമിക്കാനുള്ള ഒരു നിർണായക ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ചർച്ചകൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? വൈകിട്ട് 5 മണിക്കാണ് പാർലമെന്ററി പാർട്ടി യോഗം BJPയുടെ പാർട്ടി ആസ്ഥാനത്ത് നടക്കുക. ഈ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിക്കുന്ന ഒരു പേര് തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും. ഇതിൽ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നതും ഇപ്പോൾ പാർട്ടിയുടെ പരിഗണനയിലുള്ള പേരുകൾ, ഒന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ, ഇതോടൊപ്പം ദേശീയ ഉപാധ്യക്ഷനും അതോടൊപ്പം ലക്നൌ മേയർ കൂടിയായ ദിനേശ് ശർമ്മ, കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ, മനോജ് സിൻഹ, സ്മൃതി ഇറാനി, രാജ്നാഥ് സിംഗ് എന്നിവരുടെ പേരുകളെല്ലാം ഈ പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. എങ്കിലും സജീവ പരിഗണനയിലുള്ള 2 പേരുകളാണുള്ളത്. ഒന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ, അതോടൊപ്പം ദേശീയ ഉപാധ്യക്ഷനും അതോടൊപ്പം ലക്നൌ മേയർ കൂടിയായ ദിനേശ് ശർമ്മ എന്നിവരുടെ പേരുകളാണുള്ളത്. ഇതിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ ഈ സംസ്ഥാനത്ത് പിന്നോക്ക വിഭാഗത്തിന്റെയും മറ്റും വലിയ സ്വാധീനമുണ്ടായിരുന്ന സമാജ്വാദി പാർട്ടിയിൽ നിന്ന് അധികാരം ഇപ്പോൾ BJPയിൽ എത്തിയിരിക്കുന്നു. അതിനാൽ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തും നിലനിർത്തുക എന്നൊരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടാൽ സ്വാഭാവികമായും ഈ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കേശവ് പ്രസാദ് മൗര്യയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടി തെരഞ്ഞെടുക്കാനാണ് സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചില അട്ടിമറി തീരുമാനങ്ങളൊക്കെ നരേന്ദ്രമോദി നിലവിൽ കൈക്കൊള്ളാൻ ഒരു സാധ്യതയും നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ സവർണ വിഭാഗത്തിന്റെയും RSSന്റെയും വലിയ പിന്തുണയുള്ള ലക്നൌ മേയർ കൂടിയായ ദിനേശ് ശർമ്മയെ നരേന്ദ്രമോദി നിർദ്ദേശിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായി പറഞ്ഞു കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാർട്ടിയുടെ വിജയപ്രഖ്യാപനവും മറ്റു വോട്ടിംഗ് ശതമാനവും കൃത്യമായി വെളിവായ ശേഷം നരേന്ദ്രമോദി ആദ്യം ആവശ്യപ്പെട്ടതും ദിനേശ് ശർമ്മയുടെ ബയോഡേറ്റ തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, RSS നേതൃത്വവുമായുള്ള അടുത്ത ബന്ധം, ഇതോടൊപ്പം നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്ന രീതിയിൽ ദിനേശ് ശർമ്മയുടെ പേര് തന്നെ പറഞ്ഞു കേൾക്കുന്നു. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവ്, മുഖ്യമന്ത്രി സ്ഥാനത്ത് സവർണ വിഭാഗത്തിന്റെ കൂടി പിന്തുണയുള്ള നേതാവ്, അങ്ങനെ ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ BJP പോകുന്നതെന്നാണ് അറിയുന്നത്. 5 മണിക്കാണ് പാർട്ടി ആസ്ഥാനത്ത് യോഗം ചേരുക. ഇതിനുശേഷം ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളും. നരേന്ദ്രമോദി നിർദ്ദേശിക്കുന്ന പേര് തന്നെയാകും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക. അതിന് ദിനേശ് ശർമ്മയുടെ പേര് തന്നെ എന്നാണ് അവസാന ലാപ്പുകളിലേക്ക് ഇപ്പോൾ തീരുമാനം എത്തുന്നത് എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മണിപ്പൂരിലും ഗോവയിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ച് സർക്കാർ രൂപീകരണത്തിലുള്ള നീക്കം BJP ശക്തമാക്കി കഴിഞ്ഞു. മണിപ്പൂരിൽ 23 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചിട്ടുള്ളത്. മറ്റ് കോൺഗ്രസിനാകട്ടെ 27 സീറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഈ 31 സീറ്റുകളുടെ കേവല ഭൂരിപക്ഷമാണ് സർക്കാർ രൂപീകരണത്തിന് മണിപ്പൂരിൽ വേണ്ടത്. എങ്കിലും ഈ 3 സീറ്റുകളുടെ കൂടി അധികം വാങ്ങാനുള്ള ഒരു സാധ്യത കോൺഗ്രസിന് മങ്ങുകയാണ്. 4 സീറ്റുകൾ വീതമുള്ള നാഷണലിസ്റ്റിക് പീപ്പിൾ പാർട്ടിയും അതോടൊപ്പം നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും BJPയെ പിന്തുണയ്ക്കുമെന്ന് ഇന്നലെ രാത്രിയോടുകൂടി വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ സ്വതന്ത്രരുടെ കൂടി പിന്തുണ കൈവശപ്പെടുത്താനുള്ള നീക്കം BJP ശക്തമാക്കിയിട്ടുണ്ട്. ഗോവയിലും സമാനമായ നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. 13 സീറ്റുകൾ
BJPക്ക്, 17 സീറ്റുകൾ കോൺഗ്രസുമാണ് കൈക്കലാക്കിയിട്ടുള്ളത്. 21 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ ഗോവ പീപ്പിൾസ് ഫ്രണ്ട് അതോടൊപ്പം മറ്റു സ്വതന്ത്രർ എന്നിവരെ നേരിട്ട് കണ്ടും മറ്റും ചർച്ചയാണ് ഇപ്പോൾ മനോഹർ പരീക്കർ നടത്തുന്നത്. ഗോവയിലും സർക്കാർ രൂപീകരണത്തിലുള്ള നീക്കമാണ് BJP ഇപ്പോൾ ശക്തമാക്കുന്നത്. രാജ്യസഭയിൽ ഭൂരിപക്ഷം വ്യക്തമായി ഇപ്പോൾ കൈവന്നുവെങ്കിൽ പോലും ഭരണഘടനാപരമായി സംസ്ഥാന നിയമസഭകളുടെയും മറ്റും പിന്തുണ പല ബില്ലുകൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ആവശ്യമായി വരും. ഈ ഒരു സാഹചര്യത്തിൽ ഗോവയിലും മണിപ്പൂരിലും കൂടി സ്വാധീനം ഉറപ്പിക്കാനുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ കരുനീക്കമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. പാർലമെന്ററി പാർട്ടി യോഗം 5 മണിക്ക് ചേരും. ഇതിനുശേഷം ഉത്തരാഖണ്ഡിലെയും അതോടൊപ്പം ഉത്തർപ്രദേശിലെയും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഞ്ജു. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ജനവിധിയാണ് 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം. വികസന മുരടിപ്പും അഴിമതിയും ഉത്തർപ്രദേശിൽ സമാജ്വാദി സഖ്യത്തിന് തിരിച്ചടിയായി. ലഹരി മാഫിയ നിയന്ത്രണത്തിലെ അകാലിദൾ സർക്കാരിനോടുള്ള അമർഷമായിരുന്നു പഞ്ചാബിലെ ജനവിധി. 15 വർഷത്തെ കോൺഗ്രസ് സർക്കാരിനോടുള്ള വിരുദ്ധ വികാരം മണിപ്പൂരിൽ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് അവസരം നൽകി. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും വിധിയെടുത്ത് ഭരണവിരുദ്ധ വികാരത്തിന്റെ നേർപകർപ്പ് കൂടിയാവുകയാണ്. 15 വർഷത്തിനു ശേഷം ഉത്തർപ്രദേശിൽ BJP അധികാരവാതിൽ തുറക്കുന്നതിന് നെടുന്തൂണായത് സമാജ്വാദി പാർട്ടിയോടുള്ള ഭരണവിരുദ്ധ വികാരം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അറവുശാലകൾ അടച്ചുപൂട്ടൽ, മുത്തലാഖ് വിഷയം എന്നിവയ്ക്കൊപ്പം 7ാം ഘട്ടത്തിൽ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയത് വികസനവും അഴിമതിയുമായിരുന്നു. വർദ്ധിച്ച ക്രിമിനൽ മേൽക്കോയ്മ, കാർഷിക മേഖലയുടെ തളർച്ച, ആവശ്യത്തിന് അധ്യാപകർ പോലുമില്ലാത്ത വിദ്യാലയങ്ങൾ എന്നിവ അഖിലേഷ് യാദവ് സർക്കാരിന് തിരിച്ചടിയായി. കാർഷിക വായ്പകൾ എഴുതിത്തള്ളും, ഭവനരഹിതർക്ക് വായ്പ, എല്ലാ വീട്ടിലും ശൗചാലയം, വൈദ്യുതി, LPG എന്നീ BJP വാഗ്ദാനങ്ങൾ അതിനാൽ തന്നെ ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ വഴിവെച്ചു. ലഹരിക്കടിമയായ സംസ്ഥാനം, ലഹരി ഉടമകളായ അധികാരികളെന്ന പ്രകാശ് സിംഗ് ബാദൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം പഞ്ചാബികളുടെ തന്നെയെന്ന് തെളിയിക്കപ്പെട്ടു. പഞ്ചാബിൽ സർവ്വമേഖലയിലും വ്യാപിച്ച അഴിമതിയും അകാലിദൾ BJP സഖ്യത്തിനെതിരെയുള്ള വിധിയെഴുത്തിന് കാരണമായി. ഉത്തരാഖണ്ഡിൽ BJPക്ക് ലഭിച്ച 54 സീറ്റുകൾ അടിക്കടിയുള്ള നേതാക്കളുടെ കൂറുമാറ്റത്തോടും ഹരീഷ് റാവത്ത് സർക്കാരിനുമെതിരെയുള്ള എതിർപ്പിന്റെ പ്രതികരണമായി. വോട്ടിംഗ് ശതമാനം നിലനിർത്താനായപ്പോഴും മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറുടെ തോൽവി ഗോവൻ വിധിയെഴുത്തിൽ BJPക്ക് തിരിച്ചടിയായി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസമിന് ശേഷം മണിപ്പൂരിൽ സ്വാധീനമുറപ്പിക്കാൻ BJPക്ക് അവസരം ലഭിച്ചത് 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തോടുള്ള മണിപ്പൂർ ജനതയുടെ അമർഷമായിരുന്നു. പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ നോട്ട് പിൻവലിക്കൽ വിഷയം പ്രാദേശിക പ്രശ്നങ്ങൾക്കിടയിൽ ജനങ്ങൾ വിലക്കെടുക്കാത്തതും BJPയുടെ വിജയത്തിന് കാരണമായി. മനുശങ്കർ. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ A ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങൾക്ക് പ്രാധാന്യമേറും. UP ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനേറ്റ തിരിച്ചടിയാണ് A ഗ്രൂപ്പിന് ശക്തി പകരുന്നത്. അതേസമയം സോണിയാഗാന്ധി തിരിച്ചെത്തിയ ശേഷമേ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കൂ. DCC പുനഃസംഘടനയ്ക്ക് ശേഷം ഹൈക്കമാൻഡിനോട് പരസ്യമായ വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും നടത്തിയത്. ഹൈക്കമാൻഡിന് താൽപര്യമുണ്ടായിരുന്നിട്ടും KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും VM സുധീരന്റെ രാജി അനിവാര്യമാക്കിയതും A ഗ്രൂപ്പിന്റെ ഈ നിലപാടാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ദുർബലപ്പെടുത്തിയത് A ഗ്രൂപ്പിന് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നു. അതിനാൽ KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള A ഗ്രൂപ്പിന്റെ അവകാശവാദത്തിന് പ്രാധാന്യമേറും. A ഗ്രൂപ്പിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ PT തോമസ് പരിഗണിക്കപ്പെട്ടേക്കാം. സാമുദായിക സമവാക്യങ്ങൾക്കു കൂടി പ്രാധാന്യം നൽകിയാകും അന്തിമ തീരുമാനമെടുക്കുക. I ഗ്രൂപ്പും KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ വൈസ് പ്രസിഡന്റ് VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ അധ്യക്ഷ പദം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷ സ്ഥാനം തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമാവുകയെങ്കിലും A ഗ്രൂപ്പിന്റെ വാദങ്ങൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്നതാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. എല്ലാ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കും. അത് കണ്ടോ? ഇല്ലില്ല. കേരളത്തിലെ കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. എൻ്റെ കാഴ്ചപ്പാട് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. കോൺഗ്രസിൻ്റെ സർവ്വശക്തിയും സമാഹരിച്ചു കൊണ്ടുപോകണം. അടുത്ത വരാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ മൊത്തത്തിൽ ഒരേ അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പൊളിറ്റിക്കൽ നെസസിറ്റീസ് എല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് തർക്കങ്ങൾ സഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തർക്കങ്ങളില്ലാതെ
കേരളത്തിലെ കോൺഗ്രസിനകത്ത് യുണാനിമിറ്റിയോടുകൂടിയ ഒരു തീരുമാനമെടുക്കുന്നതിന് പ്രാപ്തമായ ലീഡർഷിപ്പിൽ വിശ്വസിച്ചിരിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ ചിന്താഗതിക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ലോകത്ത് വലതുപക്ഷ ധ്രുവീകരണമാണ് ഇവരുടെ ലക്ഷ്യം. ഇവർ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ്. കോർപ്പറേറ്റുകളുടെ താൽപര്യം മാത്രമാണ് ഇവർ സംരക്ഷിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തൃക്കരിപ്പൂർ എടച്ചാക്കയിൽ CPIM ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. അമേരിക്കയിൽ ട്രംപും ഇന്ത്യയിൽ നരേന്ദ്രമോദിയും കൂടി ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ലോകത്തെ തന്നെ ഒരു വലതുപക്ഷ ആശയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടത്തുന്നത്. അതിനനുസരിച്ച് സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളും നാം നേടിയെടുത്തിട്ടുള്ള മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള തകർച്ചയിലേക്കാണ് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലെ 2 വനിതാ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത. മരിച്ച 20-കാരി നിരവധി തവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ആരോപിച്ചു. എന്നാൽ വീട്ടുകാർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. അന്വേഷണം ആവശ്യപ്പെട്ട വിവിധ സംഘടനകൾ സമരം ആരംഭിച്ചു. 2016 ഡിസംബർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസങ്ങളിലായാണ് പാലക്കാട് പാലനാശുപത്രിയിലെ ജീവനക്കാരികൾ ആത്മഹത്യ ചെയ്തത്. ഈ മാസം 2 പെൺകുട്ടികൾ ആത്മഹത്യാ ശ്രമവും നടത്തി. 5 ദിവസം മുമ്പ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജീവനക്കാരി ഇതേ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഫെബ്രുവരി 20 മരിച്ച അവിവാഹിതയായ യുവതി നിരവധി തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നഴ്സിംഗ് സ്റ്റാഫായ യുവതി ചിറ്റൂരിലെ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ആശുപത്രിക്കെതിരെ ലൈംഗിക അതിക്രമമടക്കമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഇതുവരെ പരാതി നൽകാത്ത വീട്ടുകാർക്കും സംശയമുണ്ട്. സംശയത്തിന് സാധ്യതയുണ്ട്, പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മുടെ മോള് ഇപ്പോൾ അവിടുത്തെ പ്രശ്നത്തിൽ എന്തോ വന്ന് മരണപ്പെട്ട അവളോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ള കാര്യം അറിയില്ലല്ലോ. ആശുപത്രിയിലെ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ആക്ഷേപമുണ്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ജില്ലാ നേതൃത്വം പറയുന്നു. ആരോപണമുയർന്ന സാഹചര്യത്തിൽ ആശുപത്രി ജീവനക്കാരിൽ നിന്നും മാനേജ്മെന്റ് പ്രതിനിധികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. പരാതി നൽകിയില്ലെങ്കിലും മരിച്ച കുട്ടികളുടെ വീടുകളിൽ ASP G പൂങ്കുഴലി നേരിട്ടെത്തി അന്വേഷണം നടത്തി. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. കുടിവെള്ളം കിട്ടാക്കനിയാണ് ഫോർട്ട് കൊച്ചി ചെല്ലാനം നിവാസികൾക്ക്. പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് നിരവധി കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണം. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് രോഗഭീതിയിലുമാണ് ഇവർ. മഴക്കാലത്ത് ഇത്തരം സംഭരണികളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവരുടെ ആശ്രയം. വേനൽ കടുത്തതോടെ സംഭരണികളെല്ലാം വറ്റി. ഇപ്പോൾ എന്നെങ്കിലും ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഏക ആശ്രയം. ഇങ്ങനെ 10-20 കുടം വെള്ളമേ കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ ഇതിലൊക്കെ. വേറെ വെള്ളമൊന്നും കിട്ടിയില്ല. ഇവിടെ ഉപ്പ് വെള്ളമൊക്കെയാണ് പിന്നെ കിട്ടണത്. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേ ഈ വെള്ളം പരിവുള്ളൂ. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും ഉപ്പ് കലർന്ന കായൽ ജലമായതിനാൽ ഒരു ഉപയോഗത്തിനും കഴിയാത്തതിനാലുള്ള ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികൾ. ഈ മേഖലയിൽ എവിടെ കിണർ കുഴിച്ചാലും ലഭിക്കുന്നത് ഉപ്പുവെള്ളം തന്നെ. ടാങ്കറുകളിൽ എത്തുന്നത് പലപ്പോഴും അഴുക്കുവെള്ളമാണ് എന്നതിനാൽ ഇവർ രോഗഭീതിയിലാണ്. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കുളിക്കാതെ ഈ വെള്ളത്തിലൊക്കെ അറിവില്ല വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണെങ്കിലും ഒക്കെ അഴുക്ക് വെള്ളം കൊണ്ട് കുളിച്ചിട്ടൊക്കെ തലമുടിയൊക്കെ ആണെങ്കിലും വെറുതെ ചൊറിഞ്ഞ് പൊട്ടിയെടുക്കുകയൊക്കെ ചെയ്യും. വെള്ളം മഞ്ഞില്ല, എന്ത് ചെയ്യും? ഇപ്പൊ അരി വെക്കണ്ടേ? കൊച്ചുങ്ങളില്ലേ, ഞങ്ങൾക്ക് എത്ര നാളിത് അനുഭവിക്കും? ഞങ്ങൾ എന്തോരം നാള് ഞങ്ങൾ ഇപ്പൊ പ്രായമായ വന്ന അമ്മമാരാണ്. ഇപ്പൊ വന്ന മരുമക്കൾ പോകുമ്പോ ഞങ്ങളെപ്പോലെ വെള്ളം തിരക്കി കലക്കണമെങ്കിലാ കുളിക്കണമെങ്കിലാ ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ഞങ്ങൾ പരാതിക്ക് ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ കളക്ടറേറ്റ് വരെ പോയി, ഞങ്ങൾ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഓരോ കുടുംബങ്ങളുടേതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലെത്തുന്ന വെള്ളം ഇങ്ങനെയാണ് സംഭരിക്കുന്നത്. ജനാറം പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വെള്ളം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഇങ്ങോട്ടെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങൾ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പ്, മലബാർ ഗ്രൂപ്പ് ഉൾപ്പെടെ 9 സ്ഥാപനങ്ങളാണ് പുരസ്കാരം സ്വന്തമാക്കിയത്. പോയ വർഷത്തെ മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. റിറ്റെയിലർ ഓഫ് ദ ഇയർ പുരസ്കാരം ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമാക്കി. കേരള റീറ്റെയിലർ ബ്രാൻഡ് പുരസ്കാരം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനാണ് ലഭിച്ചത്. ധനം റീറ്റെയിൽ സമ്മിറ്റ് ആൻഡ് അവാർഡ് നൈറ്റ് 2017
ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ MA യൂസഫ് അലി മുഖ്യാതിഥിയായിരുന്നു. വരും വർഷങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി പുരസ്കാരങ്ങൾക്കായി പരിഗണിക്കുമെന്ന് ധനം പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്ററും MD-യുമായ കുര്യൻ എബ്രഹാം പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരളത്തിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കാനും റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായിട്ട് ഒരു സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിന് വളരെയധികം നല്ല റെസ്പോൺസാണ് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കുക എന്നാണ്. വിവിധ വിഭാഗങ്ങളിലായി ബിഗ് ബസാർ, കല്യാൺ സിൽക്സ്, QRS റീറ്റെയിൽ ലിമിറ്റഡ്, ഡെയിലി ഫിഷ്, കൂട്ടുകാരൻ ഗ്രൂപ്പ്, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മാക്സ് എന്നീ കമ്പനികളാണ് മറ്റ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള ദിനേശ് ഫുഡ്സിന്റെ ചില്ലറ വിൽപ്പന കേന്ദ്രം കണ്ണൂരിലെ കണ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണപുരം ചെറുകുന്നത്തറയിൽ മുഫ്സിൻ ബേക്കറിയിൽ പ്രവർത്തനം ആരംഭിച്ച ദിനേശ് ഫുഡ്സ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA TV രാജേഷ് നിർവഹിച്ചു. തേങ്ങാപ്പാലിൽ നിർമ്മിച്ച ഹെയർ ക്രീം, ദിനേശ് വെർജിൻ കോക്കനട്ട് ഓയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. കേരള ദിനേശ് ഫുഡ്സ് കേന്ദ്ര സംഘം ഡയറക്ടർ സി പള്ളിയത്ത് ശ്രീധരൻ, ചെയർമാൻ P രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ധനകാര്യ സ്ഥാപനമായ ഇസാഫിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 25 നിർധനരായ സംഘാംഗങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പദ്ധതിക്കും പഠന സ്കോളർഷിപ്പിനും വാർഷികാഘോഷത്തിൽ തുടക്കം കുറിച്ചു. സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഉദ്ഘാടനം ഈ മാസം 17 നടക്കുമെന്ന് ഇസാഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ K. പോൾ തോമസ് അറിയിച്ചു. ആദ്യ വർഷത്തിൽ 85 ശാഖകളും 300-ലേറെ ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളുമാണ് സ്ഥാപിക്കുന്നത്. 93 രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്.